ആസ്ട്രോവിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് നാലമ്പല ദർശനം? നാലമ്പല ദർശനത്തിൽ സന്ദർശിക്കേണ്ട 4 ക്ഷേത്രങ്ങൾ കൂടാതെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. തുടർന്നു കാണുവാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ദുരിതവും വറുതിയും നിറഞ്ഞ കാലമെങ്കിലും കർക്കടകം പുണ്യകരമാക്കാൻ നാലമ്പല ദർശനവും ഏറ്റവും യോജിച്ചതെന്നാണ് വിശ്വാസം. രാമായണ പാരായണവും ക്ഷേത്ര ദർശനവും ഒക്കെയായി ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള കാൽവെപ്പിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് നാലമ്പല ദർശനവും രാമായണ മാസാചരണവും. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യദായകമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമന്റെയും സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. കർക്കിടകത്തിലെ നാലമ്പല ദർശനം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ്. വിശ്വാസികൾക്ക് ഇത് പുണ്യമാസമാണ്. തൃശൂർ ജില്ലയിലെ തൃപ്പയാർ, ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്കം, മൂഴിക്കുളത്തെ ലക്ഷ്മണ ക്ഷേത്രം, പായമ്മലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലെ നാലമ്പല ദർശനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. തൃപ്പയാറിൽ തുടങ്ങി പായമ്മലിൽ അവസാനിക്കുന്ന നാലമ്പലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാമായണം അല്ലെങ്കിൽ രാമന്റെ യാത്ര തങ്ങൾ നടത്തിയെന്ന അനുഭൂതിയാണ് ഭക്തർക്ക് ലഭിക്കുന്നത്. രാമായണം വായിക്കുന്നതിന് തുല്യമാണിതെന്നും ശ്രീരാമ ഭക്തർ കരുതപ്പെടുന്നു. ദർശനക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കാം. തൃപ്പയാറിൽ ശ്രീരാമനെ ദർശിച്ചാണ് നാലമ്പല ദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. കൂടൽമാണിക്കത്തിൽ ഭരതൻ, മൂഴിക്കുളത്തിൽ ലക്ഷ്മണൻ, പായമ്മലിൽ ശത്രുഘ്ന സ്വാമി എന്ന ക്രമത്തിലായിരിക്കണം ദർശനം നടത്തേണ്ടത്. 4 ദർശനശേഷം ഒരിക്കൽ കൂടി തൃപ്പയാറിൽ ദർശനം നടത്തുന്നത് ഒട്ടേറെ ഭക്തരുടെ പ്രത്യേകതയാണ്. അപ്പോഴേ ദർശനചക്രം പൂർത്തിയാവൂ എന്ന് കരുതുന്നവർ ഏറെയാണ്.